ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു E-Way ബില്ല് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ജനറേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് E-Way ബില്ലിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. E-Way ബിൽ അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്താണ് E-Way ബിൽ എന്നുള്ളത് നോക്കാം. E-Way ബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 രൂപയുടെ മുകളിലാണ് നമ്മൾ ഗുഡ്സ് കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും E-Way ബില്ല് ഉണ്ടായിരിക്കണം. അതായത് ഒരു വണ്ടിയിലാണ് സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ E-Way ബില്ല് ഉണ്ടായിരിക്കണം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ടാലിയിൽ നമുക്കത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് GST നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ നമ്മൾ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ F11 ഫീച്ചറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അതിന് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ഇത് നമ്മൾ യെസ് കൊടുത്തു. ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെഗുലർ, നമുക്ക് ഇവിടെ GSTയുടെ നമ്പർ, നമ്മളുടെ GST നമ്പർ എല്ലാം കൊടുക്കണം. ഇവിടെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും E-Way ബിൽ അപ്ലിക്കബിൾ. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ത്രഷോൾഡ് ലിമിറ്റ് ഇവിടെ കാണിക്കും, 50,000 ഇവിടെ കാണിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പ്രിന്റ് E-Way ബിൽ വിത്ത് ഇൻവോയ്സ്. നമുക്ക് E-Way ബിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാം. ടാലിയിൽ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് എടുക്കാം. അപ്പം നമ്മൾ ആ ഓപ്ഷന് നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. അല്ലെങ്കിൽ കൺട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്തു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തു വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒരു സെയിൽസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സെയിൽസിലാണെങ്കിൽ ഒരു പാർട്ടിയെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഈ പാർട്ടിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തോടത്തേക്ക് ഒന്ന് പോകാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിക്കാം. അപ്പോൾ അണ്ടർ സൺഡ്രി ഡെറ്ററിലേക്ക് കൊടുത്തു, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ളതിലേക്ക് കൊടുത്തു. ഈ പാർട്ടിയുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. സ്റ്റേറ്റ്, അതേപോലെ തന്നെ നിർബന്ധമായിട്ടും പിൻകോഡും കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ GST നമ്പർ റെഗുലർ ആണോ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്കിത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാർട്ടിയുടെ ഇവിടെയും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാതും കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സെയിൽസ് ലെഡ്ജറിൻ്റെ അവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മിക്സർ ഗ്രൈൻഡർ സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇപ്പോൾ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു 8 ക്വാണ്ടിറ്റി കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് റേറ്റ് കാണിക്കാം. ഒരു 7,500 കാണിച്ചു റേറ്റ്. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ അടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പ്രൊവൈഡ് GST E-Way ബിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ എമൗണ്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് 60,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 50,000 മുകളിലായി കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഈ ഓപ്ഷൻ വരുള്ളൂ. അപ്പം നമുക്ക് എമൗണ്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 ക്വാണ്ടിറ്റിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 22,500 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 22,500 വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ വന്ന് കിടക്കുന്നില്ല. അപ്പോൾ 50,000 രൂപയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് E-Way ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ടാലിയിൽ ആ ഓപ്ഷൻ ആക്റ്റീവായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്വാണ്ടിറ്റി വീണ്ടും 8 കൊടുത്തു. ഇവിടെ റേറ്റ് കൊടുത്തു, 9,500 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ ടാക്സ് കാണിക്കാം. CGST കാണിച്ചു. അതേപോലെ തന്നെ SGSTയും കാണിച്ചു. ഇവിടെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പ്രൊവൈഡ് E-Way ബിൽ. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും പ്രൊവൈഡ് GST ഓർ E-Way ബിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക.
അപ്പോൾ നമുക്ക് ഈ വിൻഡോയിലാണ് നമ്മൾ എല്ലാം കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് E-Way ബിൽ നമ്പർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലിംഗ് നെയിം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കണം. GSTയുടെ നമ്പർ ഇവിടെ കൊടുക്കണം, ഡേറ്റ്, അതേപോലെ തന്നെ ഇവിടെ കൺസൈനറുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം, കൺസൈനറുടെ അഡ്രസ്സ്, അതേപോലെ തന്നെ പിൻകോഡും നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. കാരണം വെച്ചാൽ ഈ പിൻകോഡ് ടു പിൻകോഡാണ് ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ മാനുവലി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് E-Way ബിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രം ടു എന്നുള്ള പിൻകോഡിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സൈറ്റിൽ E-Way ബില്ലിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രം ടു പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിസ്റ്റൻസ് ഇവിടെ വരും. അതേപോലെ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മെയിലിംഗ് നെയിമിൽ രാജ് പാർട്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ഞാനൊരു 50 കിലോമീറ്റർ എന്നുള്ളത് അടിച്ചു കൊടുത്തു. അപ്പോൾ ട്രാൻസ്പോർട്ടർ നെയിം, നമുക്ക് ട്രാൻസ്പോർട്ടറുടെ പേര് നമ്മൾക്ക് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് പുതിയൊരു പേരാണ് അടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ട്രാൻസ്പോർട്ടറുടെ പേര് കൊടുക്കാം. ഇപ്പോൾ രജിത്ത് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ട്രാൻസ്പോർട്ടറുടെ ID ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. അതേപോലെ തന്നെ മോഡ്, ഏതിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, റോഡാണോ റെയിലാണോ. ഇപ്പോൾ റോഡാണെന്നുണ്ടെങ്കിൽ റോഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് വെഹിക്കിൾ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. വെഹിക്കിൾ നമ്പർ കൊടുത്തു. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെഹിക്കിൾ ടൈപ്പ്. അപ്പോൾ ഈ വെഹിക്കിൾ ടൈപ്പിൽ നോക്കിയിട്ടാണ് ഇതിൻ്റെ റേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. E-Way ബിൽ അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോയിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റെഗുലറിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ റെഗുലറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ആ സൈറ്റിൽ പോയിട്ടുണ്ടായിരിക്കും. സൈറ്റിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളവിടെ ID, നമ്മുടെ പാസ്വേഡ് എല്ലാം അടിച്ചിട്ടാണ് നമ്മൾ E-Way ബില്ലിൻ്റെ സൈറ്റിൽ കയറുക. അപ്പോൾ ഞാനിതിപ്പോൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്കിവിടെ ന്യൂ റെഫറൻസിൽ വന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇവിടെ വരും. ഡു യു വാണ്ട് ടു സെൻഡ് വൗച്ചർ ഡീറ്റെയിൽ ഫോർ E-Way ബിൽ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് E-Way ബില്ലിൻ്റെ സൈറ്റിലേക്ക് പോയിട്ട് E-Way ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ടാലി തന്നെ നമുക്ക് ഇതിൻ്റെ പ്രിൻറ്റും നമ്മൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ നമ്മൾ E-Way ബില്ല് ജനറേറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.